നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ പഴയതുപോലെ ശ്രദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? വിവാഹത്തിന്റെ ആദ്യ നാളുകളിലുണ്ടായിരുന്ന ആ ഒരു ആകർഷണവും സ്നേഹവും ഇപ്പോൾ കുറഞ്ഞുവരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? പലപ്പോഴും അദ്ദേഹം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനോ അല്ലെങ്കിൽ ഫോണിൽ കൂടുതൽ സമയം ചിലവഴിക്കാനോ താൽപ്പര്യപ്പെടുന്നുണ്ടോ? ഇതൊരു ചെറിയ പ്രശ്നമായി തള്ളിക്കളയരുത്. എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് സ്വന്തം ഭാര്യയോട് ഒരു ഘട്ടം കഴിയുമ്പോൾ മടുപ്പ് അനുഭവപ്പെടുന്നത്? ഇതിന് കാരണം സൗന്ദര്യത്തിന്റെ കുറവാണോ? ഇതിന്റെ ഉത്തരം നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആചാര്യ ചാണക്യൻ വളരെ വ്യക്തമായി പറഞ്ഞുവച്ചിട്ടുണ്ട്. ഒരു പുരുഷൻ സ്ത്രീയിൽ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതെന്താണെന്നും അത് നൽകുന്ന ഒരു ഭാര്യയെ വിട്ടുപോകാൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിയില്ലെന്നും ചാണക്യനീതിയിൽ പറയുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ രഹസ്യങ്ങളെക്കുറിച്ചാണ്. ഭർത്താവ് നിങ്ങളുടെ നിഴലായി കൂടെയുണ്ടാകാൻ, നിങ്ങളെ ഒരിക്കലും മടുക്കാതിരിക്കാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു സാധാരണ ഉപദേശം മാത്രമല്ല, മറിച്ച് മനഃശാസ്ത്രപരമായ ചില സത്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും കരുതുന്നത് നല്ല വസ്ത്രം ധരിച്ചാലോ അല്ലെങ്കിൽ നല്ല ഭക്ഷണമുണ്ടാക്കിക്കൊടുത്താലോ ഭർത്താവ് സന്തോഷവാനാകുമെന്നാണ്. ഇതൊക്കെ പ്രധാനമാണ്, എന്നാൽ ഇതുകൊണ്ട് മാത്രം ഒരു ബന്ധം നിലനിൽക്കില്ല. പുരുഷന്റെ മനസ്സ് പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ചാണക്യൻ പറയുന്നത് ഒരു ഭാര്യയിൽ ഭർത്താവ് തിരിയുന്നത് വെറുമൊരു പങ്കാളിയെ മാത്രമല്ല, മറിച്ച് ഒരു അഭയസ്ഥാനത്തെയാണ്. ലോകം മുഴുവൻ ജയിച്ചു വന്നാലും തോറ്റുവന്നാലും സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്ന ഒരിടം. ആ ഇടം നിങ്ങളാകണം. സൗന്ദര്യം എന്നത് കണ്ണിന് കാണുന്ന കാര്യമാണ്, എന്നാൽ സ്വഭാവം എന്നത് മനസ്സിന് അനുഭവപ്പെടുന്ന കാര്യമാണ്. ചാണക്യനീതി പ്രകാരം ഗുണവതിയായ ഒരു സ്ത്രീക്ക് മാത്രമേ ഭർത്താവിനെ ആകർഷിച്ചു നിർത്താൻ കഴിയൂ. വശീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മായാജാലമല്ല, മറിച്ച് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് അദ്ദേഹത്തിന് നിങ്ങളെ ഒഴിച്ചുകൂടാനാവാത്ത ഒരാളായി മാറുക എന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള, എന്നാൽ ഏതൊരു സ്ത്രീക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. വീഡിയോ മുഴുവനായും കാണുക, കാരണം ഇതിലെ ഓരോ കാര്യവും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ആദ്യത്തെ ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇത്തരം അറിവുകൾ ഇനിയും ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും എനിക്ക് നൽകുന്ന പ്രചോദനം വളരെ വലുതാണ്. പ്രധാന ഭാഗം 1. സമാധാനം നൽകുന്നവളാവുക. ചാണക്യൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പുരുഷൻ വീട്ടിലേക്ക് വരുന്നത് സമാധാനം ആഗ്രഹിച്ചാണ് എന്നതാണ്. പുറം ലോകത്ത്, ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ കച്ചവടത്തിൽ അദ്ദേഹം വലിയ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. അവിടെയെല്ലാം യുദ്ധം ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെയും ഒരു യുദ്ധക്കളമാണ് കാണുന്നതെങ്കിലോ ഭർത്താവ് പതിയെ വീട്ടിൽ വരാൻ മടിക്കും, അല്ലെങ്കിൽ വന്നാൽ ഉടനെ ഫോണിലേക്ക് ഒളിച്ചോടും. പല ഭാര്യമാരും ചെയ്യുന്ന തെറ്റ് ഭർത്താവ് വാതിലിലൂടെ കയറി വരുമ്പോൾ തന്നെ പരാതികളുടെ കെട്ടഴിക്കുക എന്നതാണ്. വൈദ്യുതി ബിൽ അടച്ചില്ല, കുട്ടികൾ പഠിക്കുന്നില്ല, അയൽപ്പക്കത്തെ പ്രശ്നം. ഇങ്ങനെ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങളോടുള്ള അടുപ്പം കുറയുന്നു. നിങ്ങൾ അദ്ദേഹത്തിനൊരു ഭാരമായി മാറരുത്, മറിച്ച് ആശ്വാസമായി മാറണം. അദ്ദേഹം വരുമ്പോൾ ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കുക. കുറച്ചു സമയം അദ്ദേഹത്തിന് വിശ്രമിക്കാൻ നൽകുക. അതിനുശേഷം മാത്രം കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഓർക്കുക, ശാന്തമായ ഒരു മനസ്സിലേക്ക് മാത്രമേ സ്നേഹം കടന്നുചെല്ലൂ. നിങ്ങൾ അദ്ദേഹത്തിന് സമാധാനം നൽകുന്ന ആളാണെങ്കിൽ അദ്ദേഹം ലോകത്തെവിടെ പോയാലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചുവരും. 2. വാക്കിന്റെ ശക്തി. ചാണക്യൻ പറയുന്നു, വാക്കുകൾക്ക് ആയുധത്തേക്കാൾ മൂർച്ചയുണ്ട് എന്ന്. ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ആഭരണം അവളുടെ സംസാരമാണ്. സൗന്ദര്യം എത്രയുണ്ടെങ്കിലും സംസാരം പരുഷമാണെങ്കിൽ ഭർത്താവിന് അവളോടുള്ള താൽപ്പര്യത്തിൽ മടുപ്പനുഭവപ്പെടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സംസാരിക്കുന്ന രീതിയാണ്. ഒരേ കാര്യം തന്നെ 2 രീതിയിൽ പറയാം. ഉദാഹരണത്തിന്, ഭർത്താവ് എന്തെങ്കിലും മറന്നുപോയി എന്ന് കരുതുക. നിങ്ങൾക്ക് ഒന്നിനും കൊള്ളില്ല, എപ്പോഴും ഇങ്ങനെയാണ് എന്ന് പറയുന്നതും സാരമില്ല, തിരക്കിനിടയിൽ മറന്നതാകും, നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആദ്യത്തെ രീതി അദ്ദേഹത്തിന്റെ അഭിമാനത്തെ മുറിപ്പെടുത്തും. രണ്ടാമത്തെ രീതി അദ്ദേഹത്തിന് നിങ്ങളോട് ബഹുമാനം തോന്നിപ്പിക്കും. മധുരമായി സംസാരിക്കുന്ന ഭാര്യയെ ഉപേക്ഷിക്കാൻ ഒരു ഭർത്താവിനും കഴിയില്ല. അദ്ദേഹത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും അത് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ചെയ്യുക. ഭർത്താവിനെ ശാസിക്കുന്ന അമ്മയാകരുത്, മറിച്ച് ഉപദേശിക്കുന്ന സുഹൃത്താകുക. 3. സ്വകാര്യത സൂക്ഷിക്കുക. ചാണക്യനീതിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണിത്. ദാമ്പത്യത്തിലെ രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തു പറയരുത്. ഭർത്താവിന്റെ കുറവുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കിടപ്പുമുറിയിലെ കാര്യങ്ങൾ എന്നിവ സ്വന്തം വീട്ടുകാരോടോ സുഹൃത്തുക്കളോടോ പോലും പങ്കുവയ്ക്കരുത്. ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് തന്റെ ബലഹീനതകൾ മറ്റുള്ളവർ അറിയുന്നതിനെയാണ്. തന്റെ ഭാര്യ തന്റെ കുറവുകൾ മറ്റുള്ളവരോട് പറയുന്നതറിഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങളിലുള്ള വിശ്വാസം എന്നേക്കുമായി നഷ്ടപ്പെടും. ആ വിശ്വാസം പോയാൽ പിന്നെ സ്നേഹമുണ്ടാവില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരിയാണെന്ന് അദ്ദേഹത്തിന് തോന്നണം. എന്റെ ഭാര്യയോട് എന്തു പറഞ്ഞാലും അതവിടെ സുരക്ഷിതമാണ് എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായാൽ അദ്ദേഹം നിങ്ങളെ വിട്ട് ഒരിടത്തും പോകില്ല.
നിങ്ങളുടെ വിശ്വസ്തതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണം. 4. സ്വന്തം വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുക. പല സ്ത്രീകളും വിവാഹശേഷം ഭർത്താവിനുവേണ്ടി ജീവിച്ച് സ്വന്തം ഇഷ്ടങ്ങളും വ്യക്തിത്വവും മറന്നുപോകുന്നു. എപ്പോഴും ഭർത്താവിന്റെ പുറകെ നടന്ന് എന്നെ സ്നേഹിക്കൂ, എന്നെ ശ്രദ്ധിക്കൂ എന്ന് പറയുന്ന സ്ത്രീകളോട് പുരുഷന്മാർക്ക് പെട്ടെന്ന് മടുപ്പു തോന്നും. ചാണക്യൻ പറയുന്നത് സ്വന്തമായി ആത്മവിശ്വാസമുള്ള സ്ത്രീകളെയാണ് പുരുഷന്മാർ ബഹുമാനിക്കുന്നത് എന്നാണ്. നിങ്ങൾക്കും സ്വന്തമായി വിനോദങ്ങളുണ്ടാകണം, സ്വന്തമായി സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയണം. നിങ്ങൾ സന്തോഷവതിയായിരുന്നാൽ ആ നല്ല ഊർജം അദ്ദേഹത്തെ ആകർഷിക്കും. എപ്പോഴും ലഭ്യമാകുന്ന ഒന്നിനും വിലയുണ്ടാവില്ല. ഇടയ്ക്ക് നിങ്ങൾക്കും നിങ്ങളുടേതായ തിരക്കുകളുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളെ ഓർക്കാനും അന്വേഷിക്കാനും ഒരവസരം ലഭിക്കും. ആ അകലമാണ് അടുപ്പം വർദ്ധിപ്പിക്കുന്നത്. 5. അദ്ദേഹത്തിന്റെ അഭിമാനത്തെ മാനിക്കുക. ഇത് പറയുമ്പോൾ പലർക്കും വിയോജിപ്പുണ്ടാകാം, എന്നാൽ ഇതൊരു മനഃശാസ്ത്ര സത്യമാണ്. പുരുഷന്മാർക്ക് അവരുടെ അഭിമാനം വളരെ പ്രധാനമാണ്. താൻ കുടുംബത്തിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഭാര്യ അംഗീകരിക്കുന്നുണ്ടോ എന്ന് അവർ എപ്പോഴും ശ്രദ്ധിക്കും. ചെറിയ കാര്യങ്ങൾക്കായാലും അദ്ദേഹത്തെ അഭിനന്ദിക്കുക. നിങ്ങൾ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നന്നായി ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വാക്ക് മതി അദ്ദേഹത്തിന്റെ ക്ഷീണം മാറാൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് വില നൽകുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുക. എനിക്കെല്ലാം അറിയാമെന്ന ഭാവത്തേക്കാൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്ന ഭാര്യയോട് ഭർത്താവിന് ബഹുമാനം കൂടും. അദ്ദേഹത്തിന് താനൊരു രാജാവാണെന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറുക. അപ്പോൾ അദ്ദേഹം നിങ്ങളെ റാണിയായി കൊണ്ടു നടക്കും. 6. ആത്മീയവും ധാർമ്മികവുമായ പിന്തുണ. ചാണക്യൻ ഭാര്യയെ വിശേഷിപ്പിക്കുന്നത് ധർമ്മപത്നി എന്നാണ്. ഇതിനർത്ഥം ഭർത്താവിനെ നേരായ വഴിയിലൂടെ നയിക്കേണ്ടവൾ എന്നാണ്. ഭർത്താവ് തെറ്റായ വഴികളിലൂടെ പണം സമ്പാദിക്കാനോ അധാർമികമായ കാര്യങ്ങൾ ചെയ്യാനോ മുതിരുമ്പോൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ തിരുത്തേണ്ടത് ഭാര്യയുടെ കടമയാണ്. ഇത് വഴക്കിട്ടുകൊണ്ടല്ല ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് ശരിയും തെറ്റും ബോധ്യപ്പെടുത്തിക്കൊടുക്കണം. ഒരു പുരുഷൻ തളർന്നുപോകുമ്പോൾ ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു ഭാര്യയുണ്ടെങ്കിൽ അയാൾക്ക് ഏത് യുദ്ധവും ജയിക്കാം. ആ പിന്തുണയാണ് പുരുഷൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തിന് ശക്തിയാകണം, തളർച്ചയാകരുത്. 7. വൃത്തിയും ചിട്ടയും. ഇത് വളരെ ലളിതമായി തോന്നാം, പക്ഷെ ചാണക്യൻ ഇതിന് വലിയ പ്രാധാന്യം നൽകുന്നു. വീടും പരിസരവും സ്വന്തം ശരീരവും വൃത്തിയായി സൂക്ഷിക്കുന്ന സ്ത്രീയിൽ ലക്ഷ്മീദേവി കുടികൊള്ളും എന്നാണ് വിശ്വാസം. ഭർത്താവ് വരുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തലമുടി ചീകാതെ നിൽക്കുന്ന ഭാര്യ അദ്ദേഹത്തിൽ വല്ലാത്തൊരു നിരാശയുണ്ടാക്കും. നിങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഉന്മേഷം തോന്നണം. ഇതിനർത്ഥം എപ്പോഴും അണിഞ്ഞൊരുങ്ങി നടക്കണം എന്നല്ല, വൃത്തിയും ചിട്ടയും ഉണ്ടായിരിക്കണം. വീട് അലങ്കോലമായി കിടന്നാൽ അത് മനസ്സിനെയും അസ്വസ്ഥമാക്കും. ശാന്തവും സുന്ദരവുമായ ഒരു അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കുക. 8. ദാമ്പത്യത്തിലെ അടുപ്പം. ചാണക്യനീതിയിൽ ദാമ്പത്യസുഖത്തിനും വലിയ പ്രാധാന്യമുണ്ട്. സ്നേഹം എന്നത് മാനസികം മാത്രമല്ല, ശാരീരികവുമാണ്. ഭർത്താവിന്റെ ആവശ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുത്. പലപ്പോഴും ദാമ്പത്യ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കിടപ്പറയിലെ അതൃപ്തിയിൽ നിന്നാണ്. ഇവിടെയും വേണ്ടത് തുറന്ന സംസാരമാണ്. നിങ്ങളുടെ താൽപ്പര്യങ്ങളും അദ്ദേഹത്തിന്റെ താൽപ്പര്യങ്ങളും പരസ്പരം മനസ്സിലാക്കി മുൻപോട്ടു പോകുക. സ്നേഹം പ്രകടിപ്പിക്കാൻ പിശുക്ക് കാണിക്കരുത്. ഒരു സ്പർശനം, ഒരു ആലിംഗനം എന്നിവയ്ക്ക് 1000 വാക്കുകളേക്കാൾ ശക്തിയുണ്ട്. 9. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ബഹുമാനിക്കുക. പലപ്പോഴും ഭർത്താക്കന്മാർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഭാര്യയും തന്റെ അമ്മയും അല്ലെങ്കിൽ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ് സ്ഥാനം പിടിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ സ്വന്തം കുടുംബമായി കാണുക. ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായാലും അത് വലുതാക്കാതെ ക്ഷമിക്കുക. നിങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹം അദ്ദേഹത്തിന് നിങ്ങളോടുള്ള സ്നേഹം ഇരട്ടിയാക്കാൻ കാരണമാകും. കാരണം ഒരു പുരുഷനും തന്റെ കുടുംബം തകരുന്നത് കാണാൻ ആഗ്രഹിക്കില്ല. 10. ക്ഷമയും സഹനവും. ചാണക്യൻ പറയുന്നു, ക്ഷമ എന്നത് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഗുണമാണ്. ദേഷ്യം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. ഭർത്താവ് ദേഷ്യത്തിലാണെങ്കിൽ ആ സമയത്ത് തിരിച്ചു ദേഷ്യപ്പെടാതെ മൗനം പാലിക്കുക. അദ്ദേഹം ശാന്തനായ ശേഷം കാര്യങ്ങൾ സംസാരിക്കുക. രണ്ടുപേരും ഒരേ സമയം ദേഷ്യപ്പെട്ടാൽ അത് വലിയ പൊട്ടിത്തെറിയിൽ കലാശിക്കും. ഒരാൾ തീയാകുമ്പോൾ മറ്റൊരാൾ വെള്ളമാകണം. ഈയൊരു വിട്ടുവീഴ്ചയാണ് ദാമ്പത്യത്തിന്റെ വിജയം. നിങ്ങൾ കാണിക്കുന്ന ക്ഷമയെ അദ്ദേഹം പിന്നീട് ബഹുമാനിക്കും, തീർച്ച. ചുരുക്കരൂപം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് വെറും തത്വങ്ങളല്ല. ഇത് ജീവിതത്തിൽ എങ്ങനെ നടപ്പിലാക്കാം എന്ന് ചിന്തിക്കൂ. നാളെ മുതൽ ഭർത്താവ് ജോലി കഴിഞ്ഞു വരുമ്പോൾ പരാതികൾ പറയുന്നതിന് പകരം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു നോക്കൂ. അദ്ദേഹം ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ ദേഷ്യപ്പെടാതെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം സംസാരിച്ചു നോക്കൂ. മാറ്റം ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കില്ല, എന്നാൽ നിങ്ങൾ മാറാൻ തുടങ്ങിയാൽ അദ്ദേഹവും മാറാൻ നിർബന്ധിതനാകും. ഒരു കാര്യം ഓർക്കുക, ഭർത്താവിനെ പേടിപ്പിച്ച് വരുതിയിലാക്കാൻ കഴിയില്ല. എന്നാൽ സ്നേഹം കൊണ്ടും ബുദ്ധി കൊണ്ടും അദ്ദേഹത്തെ എന്നേക്കുമായി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചാണക്യൻ നൽകിയ ഈ അറിവുകൾ നിങ്ങളുടെ ദാമ്പത്യത്തിൽ വെളിച്ചം വീശട്ടെ.
ഭർത്താവ് നിങ്ങളുടെ പുറകെ നടക്കണമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ വെളിച്ചമായി നടക്കുക. നിങ്ങൾ അദ്ദേഹത്തിന്റെ നല്ലൊരു സുഹൃത്തും വഴികാട്ടിയുമൊക്കെയായി മാറുക. അങ്ങനെയൊരു ഭാര്യയെ വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല. മടുപ്പ് എന്ന വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞുപോകും. രണ്ടാമത്തെ ഓർമ്മപ്പെടുത്തൽ: ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു അറിവായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അല്ലെങ്കിൽ ഏത് കാര്യമാണ് നിങ്ങൾ തിരുത്താൻ ആഗ്രഹിക്കുന്നത്? അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ എനിക്ക് താൽപ്പര്യമുണ്ട്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയച്ചുകൊടുക്കുക. കാരണം നല്ല അറിവുകൾ പങ്കുവെക്കുന്നത് ഒരു പുണ്യമാണ്. അവസാന വാക്ക്: ദാമ്പത്യമൊരു യാത്രയാണ്. അതിൽ ഉയർച്ചകളും താഴ്ചകളുമുണ്ടാകും. ചാണക്യന്റെ ഈ തത്വങ്ങൾ കൂടെയുണ്ടെങ്കിൽ ആ യാത്ര സുന്ദരമാക്കാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.